വിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാദാപുരത്തിന്റെ കരുതൽ. ലഹരിക്കെതിരെ ജനകീയ പോരാട്ടത്തിന് സമൂഹം ഒറ്റ മനസ്സാകണമെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. പുനർനിർമ്മാണം വൈകുന്നു. പക്രതാളം ചുരം റോഡിലെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് വർഷങ്ങൾ. പഴങ്കാവിൽ വീട്ടുകിണറിൽ കരിയോയിൽ ഒഴിച്ചതായി പരാതി. ശുചിത്വ പ്രതിജ്ഞയും ശുചീകരണവുമായി മംഗലാട് പറമ്പിൽ ഗവൺമെന്റ് യുപി സ്കൂൾ മാതൃക കാട്ടി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ജനകീയ പോരാട്ടത്തിന് സമൂഹം ഒറ്റ മനസ്സാകണമെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലഹരിക്കെതിരെ നാദാപുരത്തിന്റെ കരുതൽ എന്ന സന്ദേശവുമായി ദുബായ് KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെയുള്ള ജനകീയ പോരാട്ടത്തിന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ഒരുമിച്ചുള്ള ചെറുപ്പുനിൽപ്പുണ്ടാവണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ KB മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സാലി പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി. EK വിജയൻ MLA, നാരായണൻ നമ്പൂതിരി എന്നിവർ സ്നേഹ സന്ദേശം നൽകി. റൂറൽ പോലീസ് സൂപ്രണ്ട് KR ബിജു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി CK സുബൈർ, വേൾഡ് KMCC വൈസ് പ്രസിഡന്റ് CVM വാണി, സാമൂഹ്യ പ്രവർത്തക ടീച്ചർ ജയരാമ ചന്ദ്രക്കുറുപ്പ്, ജില്ലാ ലീഗ് ട്രഷറർ സൂപ്പി നരിക്കാട്ടേരി, വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ, സെക്രട്ടറിമാരായ CP A അസീസ്, KK നവാസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി, മണ്ഡലം ലീഗ് ഭാരവാഹികളായ മുഹമ്മദ് ബംഗ്ലത്ത്, NK മൂസ, TK ഖാലിദ്, VP കുഞ്ഞബ്ദുള്ള, MB ജാഫർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ VV മുഹമ്മദ് അലി, P സുരയ്യ, നസീമ കൊട്ടാരം, നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ MK അഷറഫ്, CPM നേതാവ് KP കുമാരൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ്, യൂത്ത് ലീഗ് നേതാക്കളായ ഹാരിസ് കൊത്തിക്കുടി, KM ഹംസ, E ഹാരിസ്, MSF ഭാരവാഹികളായ മുഹമ്മദ് പേരോട്, മോസിൻ വളപ്പിൽ, റാഷിഖ് ചങ്ങരംകുളം, പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ ഹമീദ് വലിയാണ്ടി, നിസാർ ഏടത്തിൽ, അഹമ്മദ് കുറുവയിൽ, നാദാപുരം DYSP NP ചന്ദ്രൻ, അഷ്റഫ് അത്തോളി തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ TK അബ്ബാസ് നന്ദി പറഞ്ഞു. KMCC കോഓർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ കുളത്തിൽ ഹാഷിം തങ്ങൾ, റിയാസ് ലൂളി, സുഫൈദ് ഇരിങ്ങണ്ണൂർ, CP അഷറഫ്, മുഹമ്മദ് എടച്ചേരി, റഫീഖ് കോമത്ത് എന്നിവർ നേതൃത്വം നൽകി. തൊട്ടിൽപാലം പക്രംതളം ചുരം റോഡിൽ വാഹനം ഇടിച്ചു തകർന്ന സംരക്ഷണ ഭിത്തികൾ പുനർനിർമ്മിക്കാൻ നടപടി വൈകുന്നു. ചുങ്കക്കുറ്റി പക്രംതളം ചുരടി റോഡ് ജംഗ്ഷൻ 3ഉം 5ഉം വളവുകൾ, മേലെ പൂതമ്പാറ എന്നിവിടങ്ങളിലാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. വർഷങ്ങളായിട്ടും സംരക്ഷണ ഭിത്തികൾ പുനർനിർമ്മിക്കാൻ ചുരം ഡിവിഷൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. 4 വർഷം മുൻപ് 3ആം വളവിൽ ചരക്ക് ലോറി സംരക്ഷണ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് മറിഞ്ഞിരുന്നു. അപകടത്തിൽ ഡ്രൈവർ മരിക്കുകയും ചെയ്തു. ഒട്ടേറെ തവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരം റോഡ് മലയോര ഹൈവേയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപനം ഉണ്ടായതല്ലാതെ നടപടികൾ വൈകുകയാണ്. അടിയന്തരമായി സംരക്ഷണ ഭിത്തികൾ പുതുക്കി പണിയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഴങ്കാവിൽ വീട്ടുമുറ്റത്തെ കിണർ കരിയോയിൽ ഒഴിച്ച് ഉപയോഗശൂന്യമാക്കിയതായി പരാതി. പുതിയോട്ടിൽ താഴേക്കുനി ദാമോദരന്റെ വീട്ടുകിണറ്റിലാണ് കരിയോയിൽ ഒഴിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ദാമോദരനും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് അജ്ഞാതർ കരിയോയിൽ ഒഴിച്ചത്. സംഭവത്തിൽ നെല്ലിയങ്കര റെസിഡൻസ് അസോസിയേഷൻ വടകര പോലീസിൽ പരാതി നൽകി. തുടർന്ന് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർ കിണർ വൃത്തിയാക്കി. സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ശുചിത്വ പ്രതിജ്ഞയും ശുചീകരണവും നടത്തി മംഗലാട് പറമ്പിൽ ഗവൺമെന്റ് UP സ്കൂൾ മാതൃക കാട്ടി. പ്ലാസ്റ്റിക് സഞ്ചികളും മിഠായി കവറുകളും സ്കൂളിൽ പ്രത്യേകം സ്ഥാപിച്ച ബിന്നുകളിൽ നിക്ഷേപിക്കും. വലിച്ചേറൽ ശീലം ഒഴിവാക്കി നല്ല ഭൂമിക്ക് വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഭൂമി നാളത്തെ ജനതയ്ക്ക് കൈമാറാനുള്ള പ്രവർത്തനവും നടത്തും. ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മംഗലാട് 13ആം വാർഡ് മെമ്പർ A സുരേന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ഥാപന മേധാവി ആക്കായി നാസർ മാസ്റ്റർ പ്ലാസ്റ്റിക്കിന്റെ ദോഷങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു. വാർത്തകൾ പൂർണ്ണമായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.